നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത് ഈർക്കിലി സംഘടനയുടെ സമരമാണ്. ആര് ഇവരെ ഭയക്കാനാണ്? പിന്നിലുള്ളത് ലോബിയാണ്. മര്യാദയ്ക്ക് ജോലിക്ക് കയറിയില്ലെങ്കിൽ സർക്കാർ മറ്റ് നടപടികൾ നോക്കുമെന്ന് ആശാ വർക്കർമാരെ വെല്ലുവിളിച്ചിരുന്നല്ലോ. എളമരം കരീം വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആശാ വർക്കർമാർക്കെതിരെ. ഇവരെന്തുണ്ടാക്കാനായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു കരീമിന്റെ കടുത്ത പ്രസ്താവനകൾ വന്നത്. എന്നാൽ കരീമിന്റെ കരണം പുകച്ചുകൊണ്ട് ഇപ്പോൾ ആശാ വർക്കർമാർ ചിലതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. കുടിശ്ശിക കിടന്ന ശമ്പളവും ഇൻസെന്റീവും വാങ്ങിയെടുക്കാൻ ആശമാരുടെ സമരം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എളമരം കരീം ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. സമരം അത് വെറുതെയല്ല, ഒരു സമരവും. അവകാശങ്ങൾ നേടിയെടുക്കാൻ ഒരു പറ്റം തുനിഞ്ഞങ്ങിറങ്ങിയാൽ നിങ്ങളുടെയൊക്കെ മേലെ ചവിട്ടിക്കൊണ്ടായിരിക്കും അവർ പല കൊടുമുടികളും കയറുന്നത്. സർക്കാർ അടിയറവ് പറയുകയാണ് ആശമാരുടെ മുൻപിൽ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന നേരത്ത് ഇനിയും അവരെ പ്രകോപിപ്പിക്കുന്നത് നല്ലതിനല്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് അങ്ങ് ധാർഷ്ട്യത്തിന്റെ കൊടുമുടിയിലിരുന്ന സർക്കാരും CPM-ഉം ഇപ്പോൾ താഴത്തേക്ക് വന്നത്. അതും ആശമാരുടെ കാൽ ചുവട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അവർക്കെതിരെയുള്ള വിമർശനവും വെല്ലുവിളികളും പൊട്ടിത്തെറിയും അവസാനിച്ചിട്ടില്ല. CPM പല കോണിൽ നിന്നും ആശമാർക്ക് നേരെ വലിയ രീതിയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മര്യാദയ്ക്ക് സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോയി ഇരുന്നോളാനാണ് CPM-കാർ തന്നെ ഇപ്പോൾ വെല്ലുവിളി മുഴക്കിയിരിക്കുന്നതൊക്കെ. ഇത് കൂടാതെ ഇപ്പോൾ CITU-വിന്റെ ഒരു വനിതാ നേതാവ് പോലും ആശമാർക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. CITU-വിന്റെ ആശാ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP പ്രേമയാണ് ആശാ വർക്കർമാരെ അങ്ങ് മൂക്കിൽ കയറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജോലിക്ക് തിരിച്ചു കയറാതെ സമരം തുടരുന്നവർക്ക് ജോലി നഷ്ടപ്പെടും എന്നായിരുന്നു പ്രേമ ഭീഷണി മുഴക്കിയത്. ആശാ വർക്കർമാരെ അണിനിരത്തി കോഴിക്കോട്ടെ ആദായ നികുതി ഓഫീസിന് മുന്നിൽ CITU നടത്തിയ ബദൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇവർ. ഈ സമയത്തായിരുന്നു കടുത്ത വെല്ലുവിളികളൊക്കെ CITU-വിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആശമാരെ കേന്ദ്രം തൊഴിലാളികളായി പരിഗണിക്കുന്നില്ലെന്നും ആശമാരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നുവെന്നും PP പ്രേമ പറഞ്ഞു. ആശാ വർക്കർമാരെ വേണ്ടെന്ന് പറഞ്ഞവരാണ് UDF. VS അച്യുതാനന്ദൻ സർക്കാരാണ് ആശമാർക്ക് വേണ്ടി നിലപാടെടുത്തത്. കഴിഞ്ഞ UDF ഭരണകാലത്ത് ഒരു തുകയും വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നും PP പ്രേമ പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം തെറ്റാണെന്ന് പറയുന്നില്ല. ആരുടെ സ്കീമാണ് NHM? ആശമാർക്ക് ഇൻസെന്റീവ് നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും 1 വർഷം ഈ തുക കേരളം നൽകിയതെന്നും പ്രേമ പറഞ്ഞു. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് CITU സമരം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന സമര രീതി ആയിരുന്നില്ല CITU-വിൻ്റേത്. ഭരണകർത്താക്കളെ തെറി വിളിക്കുന്ന രീതിയിലായിരുന്നില്ല അന്നത്തെ സമരം. ഭരണത്തെ അട്ടിമറിക്കാനുള്ള രീതിയിൽ സമരം മാറുന്നുവെന്നും ആരോഗ്യമന്ത്രിയെ അസഭ്യം പറയുന്നുവെന്നും സമരം നടത്തുന്ന ആശമാരെ പ്രേമ വിമർശിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിൽ ഗൂഢാലോചനയുണ്ട്. തൊഴിലാളികളെ മുൻനിർത്തി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആനുകൂല്യങ്ങൾ തരാത്തവർക്കെതിരെ ഒന്നിച്ച് സമരം ചെയ്യാൻ തയ്യാറാണെന്നും പ്രേമ പറഞ്ഞു. ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ് കോഴിക്കോട്ടെ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. ആശമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക, കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കുടിശ്ശിക അനുവദിക്കുക, വിരമിക്കൽ ആനുകൂല്യം നടപ്പാക്കുക, വിരമിക്കൽ പ്രായം 65 ആക്കുക, ആശമാർക്ക് ESI-യും PF-ഉം അനുവദിക്കുക, ആശമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു CITU-വിന്റെ ബദൽ സമരം. എന്തായാലും CITU-വും ആശമാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമരം നടത്തുകയാണ്. ഇതിനിടയിൽ ആശമാർ ജോലിക്ക് കയറിയില്ലെങ്കിൽ പണി ഒന്നാന്തരമായി കിട്ടും എന്ന് ബോധ്യമുള്ളതുകൊണ്ട് സർക്കാർ ഇപ്പോൾ ചില അയവുകളൊക്കെ അതിന് തയ്യാറാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.